ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും LC500 എന്ന് പറഞ്ഞ ട്യൂബ് ലൈറ്റ് അതിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഏത് ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും വീഡിയോഗ്രാഫേഴ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് വെഡ്ഡിങ്ങും ഇവൻ്റൊക്കെ അവരെടുത്ത് LC500 എന്നും കാണും. ഒരുപാട് കാലമായിട്ട് തന്നെ അത് യൂസ് ചെയ്യുന്നുണ്ടാവും. കാരണം അത്രയും ഡ്യൂറബിളായിട്ടും നല്ല ഈസി ലൈറ്റിങ്ങിനും പല കളറുകളൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ലൈറ്റിംഗ് ആണ് ഗോഡോക്സിൻ്റെ LC500. ജനകീയ ലൈറ്റ് എന്ന് തന്നെ പറയാം. അതിൻ്റെ പുതിയ വെർഷനാണ് LC500ൻ്റെ മിനി. LC500 ഉണ്ടായിരുന്ന അതേ പവർ പിന്നെ കുറച്ചും കൂടി ഓപ്ഷൻസും കളർഫുള്ളും ബ്ലൂടൂത്തൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുള്ള പുതിയ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബാറ്ററി ഒക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ ഒരു ലൈറ്റാണ് ഗോഡോക്സിൻ്റെ LC500 മിനി എന്ന് പറഞ്ഞാൽ. ഈ ലൈറ്റിലെ ഓപ്ഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണ്, എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം നജ്മു ഫോർ ഐ ഷൂട്ട് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇതിൻ്റെ ബോക്സ് നോക്കുകയാണെങ്കിൽ ബോക്സിൽ വന്നിട്ടുണ്ട് നമുക്ക് മറ്റ് ഗോഡോക്സിൻ്റെ സാധനങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ നികിത ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ലോഗോ ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് 2 ഇയർ വാരണ്ടിയും അതുപോലെ ഫിനാൻസൊക്കെ സൗകര്യമുള്ള രീതിയിലാണ്. ബജാജിൻ്റെ ഫിനാൻസൊക്കെ 0 പേയ്മെൻറ്റിലൊക്കെ സൗകര്യമുള്ള രീതിയിലാണ് വന്നിട്ടുള്ളതൊക്കെ ബോക്സിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ 2 വർഷത്തെ വാരണ്ടിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നികിത ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ടാണ് ഞാൻ ഈ LC500 മിനി ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. മറ്റേ ഗോഡോക്സിൻ്റെ പോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ബാൻഡോറിൽ, അതായത് നമ്മളെ ലൈറ്റൊക്കെ ഷേപ്പ് ചെയ്യാനും നമുക്ക് നല്ല ക്രിയേറ്റീവായിട്ടുള്ള ലൈറ്റിംഗ് ഒക്കെ ചെയ്യാനും പറ്റിയുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഒരു ബാൻഡോറോട് കൂടിയിട്ട് തന്നെയാണ് LC500 മിനി വന്നിട്ടുള്ളത്. ഈ ബാൻഡോർ നമുക്ക് മറ്റിനേക്കാളും ഈസി ആയിട്ട്, അതായത് പഴയ എൽസിനേക്കാളും ഈസി ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാൻഡോർ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വെറും സ്റ്റിക്കായിട്ട് മാത്രം ഉപയോഗിക്കാനും പറ്റും. പക്ഷേ എപ്പോഴും നമുക്ക് ആവശ്യം ഈ ബാൻഡോർ വെച്ചിട്ട് യൂസ് ചെയ്യായിരിക്കും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈറ്റിലൊക്കെ നല്ല കൺട്രോൾ ഉണ്ടാവുള്ളൂ. സ്റ്റിക്ക് മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വൈപ്പ് ചെയ്ത് മാറ്റാൻ പറ്റിയ രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി നമുക്ക് പറയുകയാണെങ്കിൽ ബാറ്ററിയുടെ ചാർജ് പണ്ട് നമുക്കൊരു പവർ ഒരു AC അഡാപ്റ്റർ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചാർജ് ചെയ്യുന്നത് USB-C വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണും എപ്പോഴും നമ്മുടെ അടുത്തൊരു USB ചാർജർ എന്തായാലും ഉണ്ടാവും. കാറിന്നും എവിടുന്നും നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. പഴയ LC നമുക്ക് കാറിന്നൊന്നും അതുപോലെ മൊബൈൽ ഫോണോ പവർ ബാങ്കൊന്നും വെച്ച് ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് പവർ ബാങ്ക് വെച്ച് കാറിന്നോ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ ട്രെയിനിൽ നിന്നൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ബാറ്ററി ആണെങ്കിൽ നമുക്ക് സ്വൈപ്പ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് മാറ്റിയിടാനും പറ്റും. അപ്പോൾ എക്സ്ട്രാ ബാറ്ററി ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു LC ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി പവർ പോകുന്ന പേടില്ല, യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, സ്റ്റിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ വീണ്ടും ജനകീയമായിട്ടുള്ളൊരു വെർഷനായിട്ടാണ് LC500 മിനി വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് കണ്ടിന്യൂസ് ലൈറ്റിംഗ് മോഡ് പഴയ LC പോലെ തന്നെ നമുക്ക് 2500 CCD 2500 മുതൽ 8500 കെൽവിൻ വരെ നമുക്ക് വാമും കൂളും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ 6200 നിൽക്കുന്നത്, ഞാൻ കുറച്ചു വാമിലേക്ക് കൊണ്ടുവന്നു. വാമിൽ 2500 കൊണ്ടുവന്നു. അത് ഞാൻ പതുക്കെ കൊണ്ടുപോയി ഞാൻ കൂളായിട്ടുള്ള 8500 നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 15% ഇപ്പോൾ ലൈറ്റിലുള്ളൂ കേട്ടോ. 15% ലൈറ്റിലുള്ളൂ. 100% അവിടെ കിടക്കുകയാണ്. നല്ല പവർഫുൾ ആയിട്ട് ലൈറ്റാണ്. ഇതിൻ്റെ CRI റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 95ഉം TLCI റേറ്റിംഗ് 96ഉം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റാണിത്. പിന്നെ ഇത് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള 360 ഡിഫറൻ്റ് ആയിട്ടുള്ള കളറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡ് നമുക്കിതിൽ വരുന്നുണ്ട്. ആ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡിൽ നമുക്ക് ഒരുപാട് കളറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ബട്ടണുകളാണ് വരുന്നത്. മോഡ് ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് മോഡുകൾ മാറ്റാൻ പറ്റും. ഫംഗ്ഷൻ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് എന്താണ് ഫംഗ്ഷനുകൾ, ഇപ്പോൾ HSI മോഡിലാണെങ്കിൽ നമുക്ക് സാച്ചുറേഷൻ കൂട്ടാനും കുറക്കാനൊക്കെ നമുക്ക് ഫംഗ്ഷൻ ബട്ടൺ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫാൻ ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇത് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനുള്ളിൽ ഫാൻ വരുന്നുണ്ട്. ഈ ഫാൻ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളൊരു വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഫാനിൻ്റെ നോയ്സ് നമ്മൾ അലസ്വരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നോയ്സ് മൈക്കയിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഫാൻ ഓഫ് ആക്കാനും ഒക്കെ പറ്റും. അതുപോലെ അടുത്ത മോഡ് വരുന്നത് FX മോഡുകളാണ്. 16 ഡിഫറൻ്റ് ആയിട്ടുള്ള എഫക്ട്സുകൾ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ ആപ്പിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് വേറൊരു കാര്യമാണ്. ആപ്പിലും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ബട്ടൺസൊക്കെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മോഡ് ബട്ടൺ മാറ്റിയിട്ട് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള CCT മോഡ്, അതുപോലെ കളർ മോഡ്, അതുപോലെ എഫക്റ്റ് മോഡ്, ഇതിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഡിഫറൻ്റ് ആയിട്ടുള്ള പല ടൈപ്പിലുള്ള എഫക്റ്റുകൾ നമുക്കിതിൽ വരുന്നുണ്ട്. ആ മോഡുകൾ ഞാൻ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തും കൂടെ പറഞ്ഞുതരാം. ഈസി ആയിട്ട് നമുക്കിതിലും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് സൗണ്ട് വരാനുള്ള മോഡൊക്കെ ഉണ്ട്. ആ മോഡൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഇനി ഞാൻ ആപ്പും കൂടെ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഇത് മറ്റേ LC500 പോലെയല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് സ്റ്റിക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടെടുക്കാനും അതുപോലെ ലൈറ്റ് അപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വലിയൊരു LC500 കൂടെ കൊണ്ടുനടക്കാറിന് പാടാണ്. അപ്പോൾ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ബ്ലോഗേഴ്സും ഫുഡ് ബ്ലോഗേഴ്സും ട്രാവൽ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു സിസ്റ്റം കൂടിയാണ് ഈ ഗോഡോക്സിൻ്റെ LC500 മിനി. കണ്ടോ, ഇതിൻ്റെ ബാഗാണിത്. ഈ ബാഗിൽ വന്നു കഴിഞ്ഞാൽ
വളരെ ഈസി ആയിട്ട് നമ്മളെ ക്യാമറ ബാഗിലോ ഡ്രസ്സിടുന്ന ബാഗിലൊക്കെ കണ്ടോ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ വളരെ ചെറിയ രീതിയിലുള്ള സ്റ്റിക്കാണ്. എന്നാൽ പഴയ LCD പോലെ തന്നെ പവർഫുള്ളാണ്. പിന്നെ നമുക്കിതിൻ്റെ വേറൊരു ഓപ്ഷൻ വരുന്നത് നമുക്കിത് ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററി സ്വൈപ്പബിൾ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മൊബൈലിലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. ബ്ലൂടൂത്ത് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഓൺ ചെയ്തു. അങ്ങനെ നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനിലേക്ക് പോവാം. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 540 ഗ്രാമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇത് വരുന്നത്. ഇപ്പം ഞാൻ മൊബൈലിലാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ മൊബൈലിൽ നമ്മൾ ഇതിൻ്റെ കൺട്രോൾസ് പോയി കഴിഞ്ഞാൽ പല രീതിയിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പവർ കൂടുതലാണല്ലേ സക്കറിയ? പവർ കൂടുതലല്ലേ? അപ്പോൾ ഇതാണ് ഫുൾ പവർ. 100% പവറിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഭയങ്കര പവറാണ്. ഇപ്പോൾ ഞാനൊരു 10%, 11%, 10% പവറിലാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണാം. ഇതിന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വളരെ റീസെറ്റ് ചെയ്ത പോലെ CCTയുടെ റേഞ്ച് നമുക്ക് റീസെറ്റ് ചെയ്ത പോലെ 3200, 4200 അങ്ങനെ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്കൊരു എന്താ പറയുക ഒരു കർസർ വരുന്നുണ്ട്. അത് നമുക്ക് നീക്കിയിട്ട് നമ്മുടെ പവർ കണ്ടോ നല്ല വാം ലൈറ്റൊക്കെ കൊണ്ടുവരാൻ പറ്റും. കൂൾ ലൈറ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വയർലെസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് അതിലുള്ള സ്വിച്ചുകൾ കൂടാതെ നമുക്ക് മൊബൈൽ ഉപയോഗിച്ചിട്ടും ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ HSI മോഡിലൊക്കെ വരികയാണെങ്കിൽ കളറുകൾ കണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് കളറുകൾക്ക് സ്വൈപ്പ് ചെയ്ത് പോകാൻ പറ്റും. അതായത് ഇങ്ങനെ തിരിച്ചെത്തിക്കൊന്നും വേണ്ട. പിന്നെ ഇതിൻ്റെ മുകളിൽ ശരിക്കും ഒരു ഡയലൊക്കെ വരുന്നുണ്ട്. ആ ഡയലിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കളറുകളും നമുക്ക് ഔട്ട്പുട്ട് ഈസി ആയിട്ട് കിട്ടും. അതായത് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള രീതിയിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ RGB മോഡിൽ വന്നു കഴിഞ്ഞാൽ മാനുവലായിട്ട് നമുക്ക് എന്തൊക്കെയാണ് RGB അതിൻ്റെ എത്രമാത്രം പവർ കിട്ടുന്നൊക്കെ കൊടുത്തിട്ടൊരു സ്പെഷ്യലായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് RGB കൊടുത്തിട്ടുള്ളത്. അപ്പോൾ RGBയിൽ നമുക്ക് പോവാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ കളർ പിക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഫോണ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളർ പിക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഗോഡോക്സിൻ്റെ അവിടെ കണ്ട ഒരു ഓറഞ്ച് കളറുണ്ട്, ഗോഡോക്സിൻ്റെ ഓറഞ്ച് കളർ. ആ ഓറഞ്ച് കളർ ഞാൻ ക്യാമറയിൽ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ആ ഗോഡോക്സിൻ്റെ ഓറഞ്ചിന് പറ്റിയ രീതിയിലുള്ള ലൈറ്റ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളറപ്പ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ തിരിച്ച് നമ്പർ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു ടവൽ ഇരിക്കുന്നുണ്ട്. ആ ടവലിൻ്റെ ക്ലോത്ത് ആണെങ്കിൽ ഇപ്പോൾ ഈ ക്ലോത്തിൻ്റെ കളർ ഇതാണ്. ഈ കളറ് ഞാൻ ഫോണിൽ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ കളറിലെ ലൈറ്റിങ് നമുക്ക് വളരെ ഈസി ആയിട്ട് കയറി വരും. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. കാരണം നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഒരു വ്ളോഗിങ് സെഷനൊക്കെ ചെയ്യുന്ന സമയത്ത് കളറ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കളറുകൾ സെലക്ട് ചെയ്യാം. RGB, CCT ഒക്കെ ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ എഫക്ട്സ് മോഡുകൾ ഒരുപാട് ടൈപ്പുള്ള എഫക്ട്സ് മോഡുകൾ നമുക്കിതിൽ വരുന്നുണ്ട്. RGB സൈക്കിൾ വരുന്നുണ്ട്. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകൾ മാറി വരുന്നതാണ് RGB സൈക്കിൾ. അതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഇപ്പോൾ 50%ലാണ് ഇഷ്ടംപോലെ സ്പീഡ് കുറക്കാം. അതുപോലെ ഒരു പാർട്ടി എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ പാർട്ടി രീതിയിലുള്ളത് നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് തന്നെ പഴയ LC പോലെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്ലാഷിൻ്റെ എഫക്റ്റ് നമ്മുടെ ലൈറ്റിൽ കൊണ്ടുവരണമെങ്കിൽ ഒരു വീഡിയോ കിടക്കുന്ന സമയത്ത് കൊണ്ടുവരണമെങ്കിൽ നമുക്കിത് കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ചും ഇതൊക്കെ ആവശ്യം വരുന്നത് നമ്മളൊരു ഡോക്യുമെൻ്ററി ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. അതുപോലെ ലൈറ്റിംഗ് ഇടിമിന്നലിൻ്റെ ഒരു സാധനം നമ്മൾ ഷൂട്ട് ചെയ്യണം വീട്ടിലിരുന്നിട്ട് സൈഡിൽ നിന്ന് വിൻഡോ കൂടി വരുന്ന ഒരു ലൈറ്റ് നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. ക്ലൗഡി, ബ്രോക്കൺ ബൾബ്, TV. ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ TVയുടെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ മുഖത്ത് ഉണ്ടാവുക എന്നുള്ളത് നമുക്കിതുപോലെ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏകദേശം ഒരു 16ഓളം എഫക്റ്റുകൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിലൊക്കെ പോകാൻ പറ്റും. അതുപോലെ നമുക്ക് കൂടുതൽ ലൈറ്റ് ആഡ് ചെയ്യാനൊക്കെ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ആപ്പ് വരുന്നുണ്ട്. ആപ്പിനെ കുറിച്ച് തന്നെ ഒരുപാട് രസകരമായിട്ട് പോകാൻ പറ്റിയ രീതിയിലുള്ള ആപ്പാണ് ഇതിൻ്റെ ആപ്പ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ലൈറ്റ് RGB മിനി ഈസി ആയിട്ട് നമ്മളെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. മൊബൈലിൻ്റെ കൺട്രോൾ നമ്മൾ വേണമെങ്കിൽ ഇതിൽ തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു 1 മണിക്കൂർ 1.25 മണിക്കൂർ നിങ്ങൾ ഇത് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 20%, 30%ഒക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ആ മണിക്കൂർ കണക്കിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ബെസ്റ്റ് ലൈറ്റിംഗ് സിസ്റ്റമാണ് LC500 മിനി RGB. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള പർച്ചേസ് ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അതിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ലിങ്കൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കളർ പിക്കറിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ചാർട്ടിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ മോഡിൽ പോയിട്ട് കഴിഞ്ഞ് അതിൻ്റെ
എച്ച് നമ്മൾ അതായത് ഹ്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണ് നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ കളർ സെറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ആപ്പിലും വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഗോഡോക്സ് LC500 മിനിൻ്റെ വിശേഷങ്ങൾ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊച്ചിയിൽ ഫോട്ടോഗ്രാഫി ക്ലാസ്സുകളൊക്കെ പുതിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.